ഈ സെഷൻ യാത്രയെക്കുറിച്ചുള്ളതാണ്. പക്ഷെ അത് എൻ്റെ യാത്രയെക്കുറിച്ചല്ല, ഷഹനാസിൻ്റെ യാത്രയെക്കുറിച്ചാണ്. ഷഹനാസിൻ്റെ ആദ്യ പുസ്തകം എയർപ്ലെയിൻ മോഡ് കഴിഞ്ഞ വർഷമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതാണ് പുസ്തകം. എയർപ്ലെയിൻ മോഡ് എ പാസീവ് അഗ്രസീവ് ഹിസ്റ്ററി ഓഫ് ട്രാവൽ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രം നിങ്ങൾ വായിച്ചതിൽ ഏറ്റവും മികച്ച പുസ്തകം ഏതാണ് കഴിഞ്ഞ വർഷമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് എയർപ്ലെയിൻ മോഡാണ്. അത് എൻ്റെ പരിഭാഷയായതുകൊണ്ടുള്ള ഒരു പ്രത്യേക സൗജന്യമൊന്നും ആയിരുന്നില്ല. അതിലുപരിയായി ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ആശയം, അത് പകർന്നു നൽകുന്ന വലിയൊരു ലോകം എന്നെ അത്ഭുതപ്പെടുത്തുന്നതും എനിക്ക് പുതിയ ധാരാളം അറിവുകൾ പകർന്നു നൽകുന്നതും എൻ്റെ ചിന്തയെ പ്രകോപിപ്പിക്കുന്നതുമാണ് എന്നതുകൊണ്ടാണ്. അത്രമേൽ യാത്രയെ സംബന്ധിച്ച ആധികാരികവും വ്യത്യസ്തവുമായ ഒരു ചിത്രം നമുക്ക് എയർപ്ലെയിൻ മോഡ് എന്ന ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിശ്ചയമായിട്ടും ഇതൊരു സുതാര്യമായ യാത്രാ വിവരണ പുസ്തകം കൂടിയാണ്. ഷഹനാസ് ഇസ്താംബുളിലേക്ക്, എത്യോപ്യയിലേക്ക്, ശ്രീലങ്കയിലേക്ക് ഒക്കെ നടത്തിയ യാത്രയുടെ പല അനുഭവങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അതേസമയത്ത് ഇത് യാത്രയുടെ ചരിത്രം അന്വേഷിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. അതിനകത്ത് സ്വാഭാവികമായിട്ടും വലിയ സഞ്ചാരികളായിരുന്ന ഇബ്ൻ ബത്തൂത്ത ഉണ്ട്, മാർക്കോപോളയുണ്ട്, മാലിക് ബിൻ ദിനാർ ഉണ്ട്, ഷെബാരാക്കിയുണ്ട്. അങ്ങനെ പലരും വന്ന് നിറയുന്നുണ്ട് പല അധ്യായങ്ങളിലായി, പല ഇടങ്ങളിലായി, പല ആലോചനകളിലായിട്ട്. ഇതിനകത്ത് ഷഹനാസ് കേരളത്തിൽ നിന്ന് ന്യൂയോർക്കിലേക്കും, ന്യൂയോർക്കിൽ നിന്ന് കേരളത്തിലേക്കും ഇടയ്ക്കിടയ്ക്ക് സഞ്ചരിക്കുകയും മനസ്സുകൊണ്ട് ഇവിടെയായിരിക്കുകയും അവിടെയായിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ നവ്യമായ അനുഭവങ്ങളുണ്ട്. ഈ പുസ്തകത്തിൽ പാസ്പോർട്ട്, വിസ, ഡേറ്റ് ബുക്ക്, പാക്കേജ് ടൂർ തുടങ്ങിയവയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അഗാധമായ അന്വേഷണങ്ങളുണ്ട്. ഇങ്ങനെ പല നിലയിൽ നമ്മൾ ഇന്നോളം വായിച്ചറിഞ്ഞിട്ടില്ലാത്ത യാത്രയുടെ അനേകം അടരുകൾ ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ് എയർപ്ലെയിൻ മോഡ് എന്ന് പറയുന്നത്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ പുസ്തകത്തെ അധികരിച്ച് ഷഹനാസിൻ്റെ ചിന്തകൾ നമുക്ക് പരസ്പരം പങ്കുവെക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഷഹനാസ് ദീർഘകാലമായി ന്യൂയോർക്കിൽ താമസിക്കുന്ന ആളായതുകൊണ്ട് മലയാളത്തിൽ അത്ര ഫ്ലുവൻ്റായി സംസാരിക്കാൻ പ്രശ്നമുണ്ട് എന്നൊക്കെ എന്നോട് പേടി പറഞ്ഞു. അതുകൊണ്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ രണ്ടും കൂടി കൂട്ടിയോ ഒക്കെ സംസാരിക്കാം. ഷഹനാസ് എന്നോട് പറയായിരുന്നു എൻ്റെ മാതൃഭാഷ മംഗ്ലീഷാണ് എന്ന്. അപ്പോൾ മംഗ്ലീഷ് മാതൃഭാഷയായ ഒരാൾക്ക് ഏത് രീതിയിലും സംസാരിക്കാം. ഇപ്പോൾ മൂന്നാം ലോകരാജ്യത്ത് നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ എന്ന ഈ സംവാദം തുടങ്ങുമ്പോൾ ഒരു കുനിഷ്ട് ചോദ്യത്തോടു കൂടി തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യത്തിൽ ഈ പുസ്തകം മൂന്നാം ലോകരാജ്യക്കാർക്ക് വേണ്ടി എഴുതിയതാണോ ഒന്നാം ലോകരാജ്യക്കാർക്ക് വേണ്ടി എഴുതിയതാണോ എന്നാണ് ചോദ്യം. അതിൻ്റെ കാര്യം, ഈ പുസ്തകത്തിൻ്റെ പേര് എയർപ്ലെയിൻ മോഡ് എന്നാണ്. ഞങ്ങൾ മൂന്നാം ലോകരാജ്യക്കാർ എയർപ്ലെയിൻ മോഡെന്ന് പറയാറില്ല, ഞങ്ങൾക്കത് എയ്റോപ്ലെയിനാണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസത്തിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് മോഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേര് വന്നതിലേക്ക് എന്തുകൊണ്ട് അതൊരു അമേരിക്കൻ ഇംഗ്ലീഷ് പേരായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു ബെന്യാമിൻ. ആദ്യം തന്നെ പറയണം, ഇവിടെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ DC-യുടെ വേദിയിൽ തന്നെ ഇരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടൊരു പുസ്തകം മോഷ്ടിച്ചത് ഒരു DC ബുക്സിൻ്റെ കടയിൽ നിന്നായിരുന്നു. എറണാകുളത്ത് പ്രസ് ക്ലബ് റോഡിലൊരു DC ബുക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 8 or 9 വയസ്സുള്ളപ്പം അമ്മയുടെ കൂടെ അവിടെ ചെന്നപ്പം എന്തോ എനിറ്റ് ബ്ലൈറ്റനോ അങ്ങനെ എന്തോ ഒരു ബുക്ക് ഡ്രസ്സിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഇടയിൽ വെച്ച് ഒന്ന് കടത്താൻ ശ്രമിച്ചു. ഉടനെ തന്നെ പിടിക്കപ്പെട്ടു. അതോടെ മോഷണം അവിടെ നിന്നു. അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ DC ബുക്സിൻ്റെ തന്നെ വേദിയിൽ ഇവിടെ
ബെന്യാമിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നതിലും എൻ്റെ പുസ്തകം ചർച്ച ചെയ്യാൻ പറ്റുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട്. ബെന്യാമിൻ ഓഫ് കോഴ്സ് ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു റൈറ്ററാണ്. ബെന്യാമിൻ്റെ പുസ്തകങ്ങളുടെ ഒരു വളരെ ക്ലോസ് റീഡറാണ് ഞാൻ, ട്രാൻസ്ലേറ്റർ എന്ന നിലയിൽ. എന്ന് മാത്രമല്ല, ബെന്യാമിൻ ഒരു വളരെ യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളാണ്, യാത്രകളെക്കുറിച്ച് ഒത്തിരി എഴുതിയിട്ടുള്ള ആളാണ്. ഈ ബുക്കിൻ്റെ കോൺട്രാക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഫസ്റ്റ് കോപ്പി ഞാൻ ബുക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച ആൾ കൂടെയാണ് ബെന്യാമിൻ. സോ ബെന്യാമിൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നതിലും ഈ പുസ്തകം വായിക്കാൻ സമയം കണ്ടെത്തിയതിൽ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്തുകൊണ്ടൊരു അമേരിക്കൻ ടൈറ്റിൽ ഈ പുസ്തകത്തിന് വന്നു എന്ന്. സോ ഈ പുസ്തകം ഞാൻ എഴുതാൻ തുടങ്ങിയതൊക്കെ അമേരിക്കയിൽ തന്നെയാണ്, ന്യൂയോർക്കിൽ വെച്ചാണ്. പക്ഷേ പല ഐഡിയാസും ഇതിൻ്റെ, ഇപ്പം പാസ്പോർട്ടിനെ കുറിച്ച്, നമ്മളുടെ ചില രാജ്യത്തെ പാസ്പോർട്ടുകൾക്ക് ഒത്തിരി പവറുണ്ട്, ചില രാജ്യത്തെ പാസ്പോർട്ടുകൾ നമുക്ക് ചുമ്മാ ഏത് രാജ്യത്തും നടന്ന് അകത്തോട്ട് ചെല്ലാനുള്ള അധികാരമുള്ള പാസ്പോർട്ടുകളുണ്ട്. അങ്ങനെ പാസ്പോർട്ടുകൾ തമ്മിലൊരു പവർ ഹയറാർക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ തുടങ്ങിയത് ഒരുപക്ഷെ ഞാൻ ഇവിടെ ഇന്ത്യയിലോ ചെന്നൈയിലെ കോൺസുലേറ്റിലെ ഏതെങ്കിലും ലൈനിൽ പുറത്ത് നിന്ന് കുറേ നേരം വെയിലത്ത് കാത്തു നിൽക്കുമ്പോഴായിരിക്കും ആ ഐഡിയാസൊക്കെ തുടങ്ങിയത്. പക്ഷേ അമേരിക്കയിലെത്തി അമേരിക്കൻ പാസ്പോർട്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഈ കമ്പാരിസൺ, രണ്ട് പാസ്പോർട്ടും തമ്മിലുള്ള കമ്പാരിസൺ, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു ബ്രൗൺ സ്കിൻഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഒരു വൈറ്റ് സ്കിൻഡ് അമേരിക്കൻ യാത്ര ചെയ്യുമ്പോഴും ഞങ്ങൾ കാണുന്ന ലോകത്തിൽ ഉള്ള വ്യത്യാസം, ഞങ്ങളെ ലോകം സമീപിക്കുന്നതിലുള്ള വ്യത്യാസം, ഇതൊക്കെ ശരിക്കും ഞാൻ അറിയുന്നത് അമേരിക്കയിൽ ചെന്ന് ഇതൊക്കെ കാണാൻ തുടങ്ങിയതിന് ശേഷമാണ്, യാത്ര ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. സോ ഇൻ മെനി വേയ്സ് ഇതൊരു അമേരിക്കൻ പുസ്തകം തന്നെയാണ്. അമേരിക്കയിൽ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ എഴുതുന്ന ഒരു പുസ്തകം തന്നെയാണെന്ന് പറയാം. പക്ഷേ വേറൊരു കാര്യം എനിക്ക് മനസ്സിലാക്കിയത്, നമ്മൾക്കൊരു വലിയ ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി എഴുതുന്ന ഒരു പുസ്തകം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു അമേരിക്കക്കാർക്ക് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി എഴുതുന്ന ഒരു പുസ്തകം, അല്ലെങ്കിൽ നാട്ടിൽ ഇന്ത്യൻസിന് മാത്രം എഴുതുന്ന പുസ്തകം എന്നൊക്കെ പറഞ്ഞ് ഒരു ശാഠ്യത്തോടു കൂടെ എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ആ ബുക്കിൻ്റെ ഓർഗാനിക് ആയിട്ടുള്ള പ്രോഗ്രസ്, ഓർഗാനിക് അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അത് ഒരു പക്ഷേ അതിലൊരു കുറച്ചിൽ വരാൻ സാധ്യതയുണ്ട്. സോ ഇൻ മെനി വേയ്സ് ഇതൊരു അമേരിക്കൻ പുസ്തകം, അമേരിക്കയിൽ നിന്ന് അമേരിക്കൻ പാസ്പോർട്ടുള്ള ഒരാൾ എഴുതിയ പുസ്തകം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ആ കമ്പാരിസൺ എനിക്ക് നടത്താൻ പറ്റിയത് ഞാനൊരു കുടിയേറ്റക്കാരിയായി അമേരിക്കയിൽ ചെന്ന് വർഷങ്ങളോളം ജീവിച്ച് അമേരിക്കൻ പാസ്പോർട്ടും ഒക്കെ വെച്ച് പിന്നെ യാത്ര ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. നമുക്കറിയാം, യാത്രയെ സംബന്ധിച്ച് എത്രയോ അധികം പുസ്തകങ്ങൾ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. വണ്ടർലസ്റ്റ് ഹിസ്റ്ററി ഓഫ് വാക്കിംഗ് എഴുതിയ റെബേക്ക സോൾനിറ്റ് മുതൽ യാത്രയുടെ വലിയ ചരിത്രം എഴുതിയ ഓൾഗ ടക്രചോക്കിൻ്റെ ഫ്ലൈറ്റ്സ് ഉള്ള നോവൽ വരെയുള്ള യാത്രയുടെ വൈവിധ്യങ്ങൾ ആവിഷ്കരിക്കുന്ന ധാരാളം പുസ്തകങ്ങൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം എഴുതുമ്പോൾ അതിൽ നിന്നെല്ലാം ഏത് തരത്തിൽ വ്യത്യസ്തമായിരിക്കണം തൻ്റെ പുസ്തകം എന്നും ഏത് തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഷഹനാസ് ഈ പുസ്തകത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്? പുസ്തകം എഴുതാൻ തുടങ്ങിയപ്പോൾ ഇത് പേഴ്സണൽ എസ്സേസ്, അതായത് ലേഖനങ്ങൾ മാത്രമായിട്ട്, ചരിത്രത്തിലോട്ട് കടക്കാതെ ലേഖനം മാത്രമായിട്ടാണ് എഴുതി തുടങ്ങിയത്. കാരണം ഞാൻ യാത്രയെക്കുറിച്ച് എഴുതണമെന്ന് പല ആൾക്കാരെയും പോലെ ഞാനും ഒത്തിരി ആഗ്രഹിച്ചു, യാത്രകൾ പോകണം, യാത്രകളെക്കുറിച്ച് എഴുതണം. പക്ഷെ ഞാൻ നോക്കിയപ്പം യാത്രകൾ പോകാതിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു പക്ഷേ ഇപ്പം ഫ്രാൻസിൽ പോകാൻ നോക്കിയപ്പം വിസ ശരിയായില്ല, അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു ലേഖനം എഴുതി. അല്ലെങ്കിൽ ഇസ്താൻബുളിൽ പോയപ്പോൾ മറ്റ് യാത്രക്കാരെ പോലെ ഓടി നടന്ന് സ്ഥലം കാണാനും യാത്ര ചെയ്യാനുമുള്ള ആ എനർജി അതില്ലാതെ പോവുക. അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ അനുഭവിച്ചത് യാത്ര ചെയ്യാതിരിക്കുന്നതാണ്. അപ്പം നോട്ട് ട്രാവലിംഗ്, അതിനെക്കുറിച്ചുള്ള എസ്സേസാണ് ഞാൻ എഴുതണം എന്ന് വിചാരിച്ചത്. അങ്ങനെ എഴുതിയ ലേഖനങ്ങൾ മുഴുവൻ നോട്ട് ട്രാവലിംഗ് അതിനെപ്പറ്റിയാണ്. പക്ഷേ ഞാൻ എൻ്റെ പബ്ലിഷറുമായിട്ട് സംസാരിച്ചപ്പോൾ, എൻ്റെ എഡിറ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ എഡിറ്റർ പറഞ്ഞു, വൈ നോട്ട് ബ്രിങ് ഇൻ സം ഹിസ്റ്ററി. ഇങ്ങനെ നമ്മൾ ചില ആൾക്കാർക്ക് യാത്ര ചെയ്യാതിരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് കുറച്ച് ചരിത്രം അതിലൂടെ ചേർത്തുകൂടെ എന്ന്. അപ്പം അത് പറഞ്ഞതും എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഐ ന്യൂ അത് ചെയ്യണമെന്ന്. കാരണം പാസ്പോർട്ട്സിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ ഗൈഡ് ബുക്സ്, എങ്ങനെ ലോകം ഒരു വിധത്തിൽ എന്താ പറയുക, ഒരു റാഷണലായിട്ട്
ഓർഗനൈസ് ചെയ്ത് ഗൈഡ് ബുക്സ് യാത്രക്കാർക്ക് തരുന്നു. അതിൻ്റെയൊക്കെ ചരിത്രം എത്ര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് ഈ ബുക്കിലോട്ട് കൊണ്ടുവരാൻ ഉടനെ തന്നെ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഒരു വ്യത്യാസം മറ്റ് യാത്രാ വിവരണങ്ങളിൽ നിന്ന് തോന്നിയത്. ഫ്ലൈറ്റ്സ് എന്ന നോവലിൽ ഓൾഗ ടോകാർചുക്ക് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, നിങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി പോകുന്ന ഒരു യാത്രയും യാത്രയല്ല എന്നുള്ളതാണ്. നിങ്ങൾ അത് പഴയകാലത്തെ വേട്ടയ്ക്ക് തുല്യമായ ഒരു യാത്രയാണ്. നിങ്ങൾ ഒന്നിനുമല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു സാംസ്കാരികമായ അനുഭവമായി മാറുന്നത് എന്ന്. മലയാളിക്ക് അങ്ങനെ യാത്ര പോയ അനുഭവം ഒരുപക്ഷെ വളരെ കുറച്ചു കാലം കൊണ്ട് മാത്രം ഉണ്ടായതാണ്. മലയാളി ഒരു കാലത്തും ഒന്നിനുമല്ലാതെ ഒരിക്കലും ഒരിടത്ത് പോയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് പോയിട്ടുള്ളത്. അങ്ങനെ യാത്രയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ പറയും, നമ്മുടെ നാട്ടിൽ പട്ടി ചന്തയ്ക്ക് പോവുക എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടായത് തന്നെ സത്യത്തിൽ പട്ടി ഒന്നിനുമല്ലാതെ എവിടെ വരെ പോയിട്ട് വന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ പോകുന്നത് യാത്രയല്ല, അതിനെ ഒരിക്കലും മലയാളി അംഗീകരിച്ചിട്ടേ ഇല്ല. നമ്മുടെ ഒരു മലയാളിയുടെ യാത്രാ ചരിത്രം നോക്കുമ്പോൾ പുതിയ കാലത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ മലയാളി യാത്രയ്ക്ക് പോയിട്ടുള്ളതൊക്കെ അവൻ്റെ ഉപജീവനാർത്ഥമാണ്. മലയാളി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തപ്പെട്ട് പോയതാണ്. പക്ഷേ ഒരുപക്ഷെ ഈ കോവിഡ് കാലത്തിന് ശേഷമുള്ള മലയാളിയുടെ ജീവിതം നോക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒന്നിനുമല്ലാതെ ഒരു യാത്ര ഒരു സാംസ്കാരിക അനുഭവം എന്ന നിലയിലേക്ക് മലയാളി യാത്ര ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ന്യൂയോർക്കിലേക്ക് പോയ കാലമോ അല്ലെങ്കിൽ അതിന് മുമ്പ് തൊട്ടേ ഉള്ള മലയാളിയുടെ ഈ യാത്രാ അനുഭവങ്ങളെ ഒന്ന് പരസ്പരം താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒന്ന് നോക്കിക്കാണുന്നത്, എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് തോന്നുന്നു? അതെ, സോ നമ്മൾ ടൂറിസം എന്ന് പറയുമ്പം അത്യാവശ്യം ഡിസ്പോസിബിൾ ഇൻകം ഒക്കെ ഉള്ള സമയത്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ടൂറിസം. അപ്പം ആ ഒരു ടൂറിസം ചെയ്യാൻ തക്ക രീതിയിൽ ഒരു ഡൊമസ്റ്റിക് ടൂറിസം ആണെങ്കിലും ഇൻ്റർനാഷണൽ ടൂറിസം ആണെങ്കിലും അവിടം വരെ എത്തണമെങ്കിൽ നമുക്ക് ഒരു സർട്ടൻ ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും, അല്ലേ? സോ പലപ്പോഴും ഇപ്പം ടൂറിസം, മോഡേൺ ടൂറിസം തുടങ്ങുന്നത് തന്നെ 19th century, മിഡ് 19th century ഇംഗ്ലണ്ട്, ജർമ്മനി, ഇംഗ്ലണ്ടിലും ജർമ്മനിയിൽ നിന്നുള്ള ആൾക്കാർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം അവരുടെ രാജ്യങ്ങളിൽ ഒത്തിരി ഡെവലപ്മെൻറ്റ് ഉണ്ടായതിന് ശേഷമാണ് അവർക്ക് ടൂറിസ്റ്റായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത്. അതുവരെ കുടിയേറ്റക്കാരായിട്ടും അല്ലെങ്കിൽ കൊളോണിയൽ സെറ്റിലേഴ്സായിട്ടും ഒക്കെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ടൂറിസം ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിൽ ഒരു പ്രത്യേക സ്റ്റേജാണ്. സോ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി ഡൊമസ്റ്റിക് ടൂറിസം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ തന്നെ ഡൊമസ്റ്റിക് ടൂറിസം ഒത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് യാത്ര പോകാനുള്ള പൈസ ഉണ്ടാകുക, യാത്ര പോകാനുള്ള സമയം ഉണ്ടാകുക, യാത്ര ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടാകുക. ഇത് മൂന്നും ഒരുമിച്ച് വരണം, അല്ലേ? കാരണം പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. യാത്ര ചെയ്യുന്നത് കൊണ്ട് ഒരു കൾച്ചറൽ എൻറിച്ച്മെൻറ്റ് ഉണ്ടാകുന്നു എന്നൊരു ഫീലിംഗ്, യാത്ര ചെയ്യുന്നത് നല്ലതാണ്, യാത്രയ്ക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്നൊരു ഫീലിംഗ്, അത് വരണമെങ്കിൽ ഒരു സർട്ടൻ ലെവൽ ഓഫ് ഡിസ്പോസിബിൾ ഇൻകം, സർട്ടൻ ലെവൽ ഓഫ് നമുക്ക് ഒരു റിക്രിയേഷന് വേണ്ടി സമയം ചെലവഴിക്കാനുള്ള മാനസികാവസ്ഥ, അതും പിന്നെ ടൂറിസം ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതോറും ടൂറിസം ഇൻഡസ്ട്രി നമ്മളോട് തന്നെ പറയും, നിങ്ങൾ ടൂറിസ്റ്റായിട്ട് പുറത്ത് പോകണം, നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു കുറവായിരിക്കുമെന്ന്. അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു. അതൊക്കെ ഒരു കഴിഞ്ഞ 10-20 വർഷങ്ങൾക്കുള്ളിലാണ് പതുക്കെ ആ ട്രജക്ടറി ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബെന്യാമിൻ എന്ത് തോന്നുന്നു? കോവിഡ് കാലത്തിന് ശേഷം മലയാളിക്കുണ്ടായ മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എല്ലാത്തരം യാത്രകൾ, ആഭ്യന്തര യാത്രകൾ മാത്രമല്ല വിദേശ യാത്രകൾ. കാരണം നമുക്ക് പലതരത്തിലുള്ള യാത്രകളുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ ജോലി തേടി പോകുന്ന യാത്രകളുണ്ട്, ഈ പറഞ്ഞ പോലെ കൗതുകത്തിനുള്ള യാത്രകളുണ്ട്, മലയാളികളുടെ വലിയൊരു വിഭാഗം പഠന ആവശ്യത്തിന് വേണ്ടി പോകുന്ന യാത്രകളുണ്ട്. മലയാളിയുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മറ്റൊരു പ്രധാനപ്പെട്ട യാത്രകളിലൊന്ന് തീർത്ഥ യാത്രകളാണ്. പിൽഗ്രിമേജ് യാത്രകൾ എന്ന് പറയുന്ന വലിയൊരു സാധനത്തിനുണ്ട്. ഇപ്പോൾ റോമിനെ ആസ്പദമാക്കി ഇസ്രായേലിലേക്ക് പോകുന്നു, ഹജ്ജിന് പോകുന്നു, അങ്ങനെ ധാരാളം യാത്രകളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആസ്വദിക്കാൻ വേണ്ടി, ഒന്നുമല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് വയനാട് വരെയെങ്കിലും ഒന്ന് പോയി ഒരു വീക്കെൻഡ് ആസ്വദിക്കണമെന്ന ഒരു ചിന്ത കോവിഡ് കാലത്തിന് ശേഷം വല്ലാതെ ഓരോ മനുഷ്യരും വന്നിട്ടുണ്ട്. കാരണം ഏത് നിമിഷമാണ് നാം ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷരാകുന്നത് എന്ന ഒരു ആശങ്ക. നമ്മൾ ഈ
കെട്ടിപ്പിടിച്ചു വച്ചിരിക്കുന്ന പണമൊന്നും ഒരു ദിവസത്തിൽ ഒന്നുമല്ലാതായി തീരുമല്ലോ എന്ന ഒരു തിരിച്ചറിവ്, ഏത് നിമിഷവും ഈ ലോകം നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോകുമല്ലോ എന്ന ഒരു വിചാരം, ഇതെല്ലാം കൊണ്ട് മലയാളി വലിയ തോതിൽ, നമ്മുടെ മുൻതലമുറ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലേക്ക് യാത്രകളിലേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ട്രാവൽ ബേസ്ഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ, ട്രാവൽ ബ്ലോഗുകൾ, ട്രാവൽ യൂട്യൂബുകൾക്കൊക്കെ വലിയ പ്രസക്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. മലയാളി അതിനെയൊക്കെ വളരെ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പം ഈ യൂട്യൂബിലൊക്കെ ഏറ്റവും കൂടുതൽ അന്വേഷിക്കപ്പെടുന്നതിലൊന്ന് യാത്ര വ്ളോഗുകളാണ് യഥാർത്ഥത്തിൽ ഏറെ മലയാളികൾ കാണുന്നത്. അത് മലയാളിയുടെ യാത്രയോടുള്ള അഭിനിവേശത്തിൻ്റെ ഒരു സൂചകമായിട്ട് നമുക്ക് എടുക്കാം. ഇത് വരും കാലത്ത് കൂടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഷനസ് സൂചിപ്പിച്ചതുപോലെ ട്രാവൽ ഏജൻസികൾ അതിനെ നന്നായി മുതലെടുക്കാൻ ശ്രമിക്കുകയും പ്രത്യേക തരം പാക്കേജുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. നമ്മളുടെ ഓരോരുത്തരുടെയും വരുമാനത്തിനനുസരിച്ച് പലതരത്തിലുള്ള പാക്കേജുകൾ നമുക്ക് തന്നുകൊണ്ട് നമ്മളെ പലതരം യാത്രകൾക്ക് നിരന്തരം പ്രേരിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടി ഇതിൻ്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തത് എനിക്ക് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. നമ്മൾ ഈ പട്ടിചന്തയ്ക്ക് പോകുക എന്ന് പറയുന്ന, ഒന്നിനുമില്ലാതെ പോകുന്ന യാത്രയ്ക്ക് ഇംഗ്ലീഷിൽ പലതരത്തിലുള്ള വാക്കുകൾ ഉണ്ട്. ഇപ്പോൾ വളരെ ആകാംക്ഷാപൂർവം പോകുന്നതിന് എന്താണ് വണ്ടർലസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്. ലോയിറ്റർ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. പിന്നെ എന്താണ് ഫ്ലാനിയോർ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. പക്ഷേ ഷഹനാസ് ലോകത്തിന് നൽകുന്ന മലയാള വാക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ അത് വായ്നോക്കൽ എന്നാണ്. ഈ പുസ്തകത്തിൽ നിരവധി ഇടങ്ങളിൽ വായ്നോക്കൽ എന്ന പദം, വായ്നോക്കൽ എന്ന അർത്ഥത്തിൽ തന്നെ, ഇംഗ്ലീഷിലല്ല, വായ്നോക്കൽ VAYIANOKL എന്ന് തന്നെ വെച്ചിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ലോകത്തെമ്പാടും ഒരു മലയാള വാക്കുകൂടി പരിചിതമാവുകയാണ് ഈ പുസ്തകത്തിലൂടെ. ഇബ്ൻ ബത്തൂത്ത ഈസ് എ വായ്നോക്കി ഓഫ് ദ വേൾഡ് എന്നൊരു സെന്റൻസ് തന്നെ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വായ്നോക്കൽ എന്ന് പറയുന്ന ആ പ്രക്രിയയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഷാനവാസ് ഇഷ്ടം പോലെ വായ്നോക്കലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിലൂടെ അലഞ്ഞു നടന്ന് വായ്നോക്കുന്നതിനെ കുറിച്ച്, വായ്നോക്കികൾ നമ്മളെ നോക്കുന്നതിനെ കുറിച്ച്, അങ്ങനെ വായ്നോക്കുകളെ കുറിച്ചും വായ്നോക്കികളെ കുറിച്ചും ഒന്ന് പറയാം. സോ വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് വായ്നോക്കൽ. നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ആർക്കൊക്കെ ഇഷ്ടമാണ് വായ്നോക്കൽ? അതെ, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് വായ്നോക്കൽ. പക്ഷേ നമ്മളോട് എപ്പോഴും പറയും വായി നോക്കാൻ നിൽക്കരുത്, വായി നോക്കി നിൽക്കാതെ വേഗം വീട്ടിലേക്ക് വരിക, ഇതൊക്കെയല്ലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ നമ്മൾ വളരെ മോശമാണെന്ന് കരുതുന്ന ഒരു കാര്യം വായി നോക്കൽ. പക്ഷേ ഫ്രഞ്ചിൽ ഫ്ലാനിയോർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. സോ ഫ്ലാനിയോർസ് ആർ early 20th century, flaneurs were the people who would wander around cities, Paris, London. They would wander around cities just doing nothing, standing at street corners, watching people, just taking notes about who's wearing what is fashionable, how are people walking. ഇങ്ങനെ ആർക്കും ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ, ഇങ്ങനത്തെ ഇൻഫർമേഷനൊക്കെ കരുതി കൂട്ടി വെക്കുന്ന ആൾക്കാരാണ് ഫ്ലാനിയോർസ്. അപ്പം ഞാൻ ഈ ഫ്ലാനിയോർസ് എന്നൊക്കെ വാക്കൊക്കെ ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാമല്ലോ, എനിക്കും ആവണം ഫ്ലാനിയോർ, എനിക്കും ഫ്ലാന്യൂസ്, മറ്റേ സ്ത്രീകൾ ചെയ്യുന്നത് ഫ്ലാന്യൂസ്, പുരുഷന്മാർക്ക് ഫ്ലാനിയോർ, എനിക്കും ഫ്ലാന്യൂസ് ആവണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഈ ഫ്ലാന്യൂസിങ് നമ്മൾ പണ്ട് വീട്ടിൽ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വായി നോക്കൽ തന്നെയാണ് ഈ ഫ്ലാന്യൂസിങ്. എവിടെയെങ്കിലുമൊക്കെ പോയി ചുമ്മാതിരുന്ന് കുറേ നേരം വായി നോക്കി, പുറത്ത് നോക്കി, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, ഇതൊക്കെ തന്നെയാണ് വായി നോക്കൽ. സോ യാത്രയുടെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് വായി നോക്കൽ. അത് ഫ്രഞ്ചുകാർ വന്ന് നമ്മളോട് പറയേണ്ട കാര്യമില്ല, കാരണം നമുക്കൊക്കെ വായി നോക്കി നല്ല ശീലമുണ്ട് അല്ലേ? ഇവിടെ എല്ലാവർക്കും നല്ല ശീലമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ KLF വന്നിരിക്കുന്നത് തന്നെ. സോ വായി നോക്കൽ വളരെ നല്ല കാര്യമാണ്. നിങ്ങളതെല്ലാവരും വായി നോക്കികളാവണം, കൂടുതൽ വായി നോക്കണം. അതാണ് എൻ്റെ പക്ഷം. KLFന്റെ ഈ ചർച്ച കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ബീച്ചിലിറങ്ങി കുറേ നേരം വായി നോക്കുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. നല്ല വായ്നോക്കൽ നടക്കട്ടെ. വായ്നോക്കലിലൂടെ പുതിയ കാഴ്ചകൾ നമ്മുടെ ദൃഷ്ടിയിൽ പതിയട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓരോ വായ്നോക്കലിലും നമ്മൾ പുതിയ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അറിയാതെ മനുഷ്യരുടെ ബിഹേവിയർ കണ്ടെത്തുന്നുണ്ട്, പലതരം ജീവിതങ്ങളെ, അരികുവൽക്കരിക്കപ്പെട്ടവരെയൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ വായി നോക്കാതെ ഇങ്ങനെ
കുതിര പട്ട കെട്ടിയതുപോലെ നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പല അരികു ജീവിതങ്ങളും പല മനുഷ്യരെയും കാണാതെ പോകുന്നുണ്ട് എന്നുകൂടി വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് വായ്നോക്കൽ ഒരു സർഗാത്മക സാമൂഹിക പ്രവൃത്തി കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ച് അറിയേണ്ടതുണ്ട്. 100%. അതെ, അല്ല ഞാൻ പറയാൻ വന്നത്, നമ്മൾ പലപ്പോഴും ഗൈഡ് ബുക്ക് ഒക്കെ വെച്ച് യാത്ര ചെയ്യുമ്പോൾ, ഇപ്പം വെസ്റ്റേൺ ബാക്ക് പാക്കേഴ്സ് ഒക്കെ ഇവിടെ കേരളത്തിൽ വരുമ്പം ഫോർട്ട് കൊച്ചി, കാലിക്കറ്റ് ഇങ്ങനെ ടിക്ക് ചെയ്ത് യാത്ര ചെയ്യുന്നത് കാണാം. അപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന ഒരു രീതി അങ്ങനെയാണ് നമ്മൾ ടൂറിസ്റ്റ് ആകേണ്ടത്, അങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് എന്നൊരു സങ്കല്പം നമ്മളുടെയൊക്കെ തലയിൽ വന്നിട്ടുണ്ട്. പക്ഷേ യാതൊരു എന്താ പറയുക, യാതൊരു ഗോൾസും ഇല്ലാതെ, ഇങ്ങനെ ചെക്ക് ലിസ്റ്റൊന്നും ഇല്ലാതെ, ടിക്ക് ചെയ്യാൻ ലിസ്റ്റൊന്നും ഇല്ലാതെ പുറപ്പെടുമ്പോൾ, വായി നോക്കി യാത്ര പുറപ്പെടുമ്പോൾ അതൊരു വേറൊരു തരം യാത്രയാണ് അല്ലേ? അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുക അതൊരു പ്രത്യേക കഴിവാണ്. അത് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഞാൻ ബുക്കിൽ എഴുതിയ പോലെ ക്വീൻ ഓഫ് ഷീബ തൊട്ട് ഇബൻ ബത്തൂത്ത തൊട്ട് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന പലരുടെയും ഇടയിൽ ആ സർഗാത്മകമായ ആ യാത്ര, ആ വായ്നോക്കൽ, ആ കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒരു ഇൻഡസ്ട്രിയൽ കൈൻഡ് ഓഫ് ടൂറിസ്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കത് നഷ്ടപ്പെടുകയാണ്. ഒരു ഗൈഡ് ബുക്കിൻ്റെ കൂടെ മാത്രം യാത്ര ചെയ്യുമ്പോൾ, ഗൈഡ് ബുക്ക് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ഗൈഡ് ബുക്കും കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഗൈഡ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തേ പറ്റൂ, അങ്ങനെ ഗൈഡ് ബുക്കിലെ ചെക്ക് ലിസ്റ്റ് മുഴുവൻ ഫുൾഫിൽ ചെയ്താലേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ആ ഇന്നേറ്റ് ക്യൂരിയോസിറ്റി, ആ കൗതുകത്തോടെ യാത്ര ചെയ്ത് കുറച്ചൊക്കെ വായി നോക്കി, കുറച്ചൊക്കെ ആവശ്യമില്ലാത്ത അരികു ജീവിതങ്ങൾ, ബെന്യാമിൻ പറഞ്ഞ പോലെ അരികു ജീവിതങ്ങളൊക്കെ കണ്ടും എക്സ്പീരിയൻസ് ചെയ്തും യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആസ്വാദനമാണ്. ഒരു യാത്രയുടെ ഒരു ചെറിയ അനുഭവം പങ്കുവെക്കാം. ഒരിക്കൽ ഞാൻ വിയറ്റ്നാമിലെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ, ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ്, നമ്മുടെ ഈ ടെറസ് നെൽകൃഷി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. സാപ്പ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അല്ലേ? സാപ്പയിൽ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി, എൻ്റെ വളരെ ചെറിയൊരു കുട്ടിയാണ്, എൻ്റെ കൂടെ കമ്പിളി വിൽക്കാൻ വേണ്ടി എൻ്റെ കൂടെ വരികയാണ്. നമുക്കറിയാമല്ലോ, ഏത് ടൂറിസ്റ്റ് സ്ഥലത്ത് ചെന്നാലും ആൾക്കാർ നമ്മുടെ പിന്നാലെ ഇങ്ങനെ സാധനങ്ങളുമായിട്ട് നടക്കും. ഞാൻ ഒരിക്കലും അങ്ങനെ വാങ്ങിക്കാറില്ല, കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ വിലയായിരിക്കും ടൂറിസ്റ്റ് സ്ഥലങ്ങളിലെ സാധനങ്ങൾക്ക്. ഷഹനാസ് ഈ പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുന്നുണ്ട്, ഫോർട്ട് കൊച്ചി ഞങ്ങൾക്ക് സാധാരണക്കാരായ എറണാകുളക്കാർക്ക് പ്രാപ്യമില്ലാത്ത ഒരിടമായി മാറി, അത് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിട്ടുണ്ട്. നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ടൂറിസ്റ്റുകാർക്കുള്ള വില പറയരുത് എന്ന് നമ്മൾ പറയും എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ വാങ്ങിക്കില്ല. പക്ഷേ ഈ കുട്ടി എൻ്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട് ഇതിലൊരു കമ്പിളി വാങ്ങിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് അവൾ പറഞ്ഞത്, ഇപ്പോൾ ഈ പൈസ കൊടുത്തിട്ട് നീ കമ്പിളി വാങ്ങിച്ചാൽ നിന്റെ പ്രായം എത്തുമ്പോൾ എനിക്ക് പഠിച്ച് മിടുക്കിയായി നിന്റെ രാജ്യത്തേക്ക് എനിക്ക് യാത്ര ചെയ്യാൻ കഴിയും, ഞാനും ഒരു യാത്രക്കാരിയായി തീരും. അതല്ല, നീ എൻ്റെ ഇത് വാങ്ങിക്കുന്നില്ല എങ്കിൽ നീ 20 വർഷം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഞാൻ അപ്പോഴും ഇവിടെ ഒരു കച്ചവടക്കാരിയായി നിൽക്കും എന്ന് പറയുന്ന ഒരു അനുഭവം ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ ആ കുട്ടിയുടെ സാധനം വാങ്ങിച്ചു എന്നുള്ളതാണ്. അതൊരു ബിസിനസ് ട്രിക്ക് ആയിക്കോട്ടെ, അവൾ എല്ലാവരോടും പറയുന്നതായിക്കോട്ടെ, പക്ഷേ നമ്മളുടെ ഒരു കൺസെപ്റ്റിനെ മാറ്റിമറിക്കുന്ന ഒന്നൊരു യാത്രയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ യാത്രയും അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. ഞാൻ പറയുന്നത്, ഒരു കൊച്ചുകുട്ടി പോലും നമ്മുടെ ഒരു മൂന്നാം കണ്ണിനെ എവിടെയൊക്കെയോ തുറക്കുന്നുണ്ട് എന്നുള്ള ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. ഷഹനാസിനോട് അടുത്ത ഒരു ചോദ്യം ഞാൻ തുടക്കത്തിൽ കൗതുകത്തിന് ചോദിച്ചു, ഇതൊന്നാം ലോകരാജ്യത്തിന് വേണ്ടി എഴുതിയ പുസ്തകമാണോ എന്ന് ചോദിച്ചെങ്കിൽ പോലും ഈ പുസ്തകത്തിൽ നിരന്തരം ഒന്നാം ലോകത്തിൻ്റെ എല്ലാ കാഴ്ചകളെയും നിഷേധിക്കുന്നുണ്ട്, അവരുടെ വാദമുഖങ്ങളെ ഒന്നൊന്നായി പറഞ്ഞ് ഒതുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. ഉദാഹരണത്തിന്, നമ്മൾ ബൊഗെയിൻവില്ല എന്ന് വിളിക്കുന്ന ചെടി, ഫ്രഞ്ചുകാരൻ അങ്ങനെ ഒരു പേര്, അതൊരു ഫ്രഞ്ചുകാരൻ്റെ പേരാണെന്ന് ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതൊരു ചെടിയുടെ പേരാണെന്നാണ് ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത്. അത് ആദ്യമായി ബൊഗെയിൻവില്ല കണ്ടുപിടിച്ചു എന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ്റെ പേരാണ് ബൊഗെയിൻവില്ല എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് ഷഹനാസ് പറയുന്നുണ്ട്, ബൊഗെയിൻവില്ല ആ ചെടി കണ്ടുപിടിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് ബൊഗെയിൻവില്ല അവിടെ ഉണ്ടായിരുന്നു. ബ്രസീലിലെ 3000-ലധികം പ്രാദേശിക ഭാഷകളിൽ ഓരോന്നിലും ബൊഗെയിൻവില്ലയ്ക്ക് വേറെ വേറെ പേരുകൾ ഉണ്ടായിരുന്നു. അത് മുഴുവൻ പോയിട്ട് നമ്മളിപ്പോൾ ബൊഗെയിൻവില്ല എന്ന് പറയുന്ന ഒരു പേരിൽ എത്തപ്പെട്ടു നിൽക്കുന്നു. ഒരു യൂറോപ്യൻ ചൈന കണ്ടുപിടിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ അറിയാൻ കഴിയും. എന്നാൽ യൂറോപ്പിനെ കണ്ടുപിടിച്ച ചൈനക്കാരനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല.
അല്ലെങ്കിൽ ബ്രസീലിലേക്ക് പോയ അല്ലെങ്കിൽ ആഫ്രിക്കയിലേക്ക് പോയ ഒരു യൂറോപ്പിൻ്റെ കഥ നമ്മൾ അറിയുന്നു. എന്നാൽ യൂറോപ്പിലേക്ക് പോയ ആഫ്രിക്കൻ്റെ കഥ നമ്മൾ അറിയുന്നില്ല. അത്തരത്തിൽ കണ്ടുപിടിക്കുക എന്ന വാക്കിനെ ഷഹനാസ് ഈ പുസ്തകത്തിൽ ഉടനീളം വിശദമായി വിമർശിക്കുന്നുണ്ട്. ഒന്നാം ലോകരാജ്യത്തിൻ്റെ വാക്കാണ് കണ്ടുപിടിക്കുക എന്ന്. അത് ഒന്ന് വിശദമായി പറയാമോ? അതെ അതെ. സോ നമ്മളിപ്പം എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക, അല്ലെങ്കിൽ വാസ്കോ ഡി ഗാമ ഡിസ്കവേർഡ് ഇന്ത്യ. അങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഹൂ ഡിസ്കവേർഡ് ഇന്ത്യ, ഹൂ ഡിസ്കവേർഡ് അമേരിക്ക, ഇങ്ങനെയൊക്കെ ഒത്തിരി ക്വിസിലും ജനറൽ നോളജിലും ഹിസ്റ്ററി ക്ലാസ്സിലും തന്നെ കേൾക്കുന്ന കാര്യമാണ്. പക്ഷേ ആ വാക്ക് ഡിസ്കവേർഡ് എന്ന ആ വാക്ക് അതെന്തൊരു വലിയ നുണയാണ്. കാരണം അവർ വരുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥലങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ. അവിടെയുള്ള ആൾക്കാർക്ക് അതൊരു ഡിസ്കവറിയേ അല്ല. സോ ഈ ഡിസ്കവറി എന്ന വാക്കിൽ ഒരു ഐഡിയോളജിക്കൽ പൊസിഷനുണ്ട്. അത് ഒരു വെസ്റ്റേൺ എക്സ്പ്ലോറർ വന്ന് കണ്ടുപിടിച്ച് അവരുടെ രാജ്യത്തിൻ്റെ പൊസിഷനിൽ നിന്ന്, അവരുടെ രാജ്യത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറയുന്ന കാര്യമാണ് ഇത് ഡിസ്കവർ ചെയ്തു എന്ന്. സോ ആ ഡിസ്കവർ എന്ന വേർഡിന് പകരം ഞാൻ പ്രപ്പോസ് ചെയ്യുന്നൊരു വേർഡാണ് സ്യൂ ഡിസ്കവേർഡ്. ഒരു സ്യൂഡോ ഡിസ്കവറി ആയതുകൊണ്ട്, ഡിസ്കവറി അല്ലാത്ത ഒരു ഡിസ്കവറി ആയതുകൊണ്ട് അതിനെ ഒരു സ്യൂഡോ ഡിസ്കവറി എന്ന് വേണം പറയാൻ എന്ന്. ഇപ്പോൾ ഇവിടെ തന്നെ ഇവിടെ പണ്ട് 600 years ago വാസ്കോ ഡി ഗാമ വന്നെത്തിയപ്പോൾ ഇവിടെ ആദ്യം വാസ്കോ ഡി ഗാമയെ കണ്ടത് 2 അറബ് ട്രേഡേഴ്സ് ആയിരുന്നു. അതായത് ഇവിടെ വാസ്കോ ഡി ഗാമ വന്നെത്തി ഡിസ്കവർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറബ് ട്രേഡേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും വാസ്കോ ഡി ഗാമ ഡിസ്കവേർഡ് സൗത്ത് ഇന്ത്യ, അല്ലെങ്കിൽ വാസ്കോ ഡി ഗാമ വാസ് ദ ഫസ്റ്റ് എക്സ്പ്ലോറർ ടു റീച്ച് കാലിക്കറ്റ്, റീച്ച് കേരള എന്നൊക്കെ ഒരു മിത്ത് യൂറോപ്പിലുണ്ട്. സോ ആ ഒരു ഐഡിയോളജിക്കൽ വ്യൂ പോയിന്റ്, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഇറ്റ്സ് എ വെരി കൊളോണിയൽ വ്യൂ പോയിന്റ്. ആൻഡ് ദ റീസൺ വൈ വാസ്കോ ഡി ഗാമ ഓർ എക്സ്പ്ലോറേഴ്സ് ലൈക്ക് Columbus, Vasco da Gama wanted to use the word discover and create this idea that they discovered is because they wanted to position Europe as a superior discovering race. അല്ലേ? യൂറോപ്പ് ഒരു സുപ്പീരിയർ റേസ് ഡിസ്കവർ ചെയ്യാൻ വരുന്നു, നമ്മൾ ഇന്ത്യയും ആഫ്രിക്കയും ഒക്കെ ഡിസ്കവർ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു ഐഡിയോളജി സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ സ്പെസിഫിക് വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്കവറിയുടെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ പലപ്പോഴും മറ്റേ അവിടെ ലോക്കലായിട്ടുള്ള ആളുടെ സഹായത്തോടു കൂടെയാണ് പലപ്പോഴും ഡിസ്കവറി നടത്തുന്നത്. ആഫ്രിക്കയിലൊക്കെ വിക്ടോറിയ വാട്ടർഫാൾസും അങ്ങനത്തെ വലിയ വലിയ ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ സൈറ്റ്സിനെ ഡിസ്കവർ ചെയ്യുന്നതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ അവരുടെ നാച്ചുറലിസ്റ്റിൻ്റെയും എക്സ്പ്ലോറേഴ്സിൻ്റെയും ഒക്കെ ട്രാവലോഗ്സ് വായിക്കുകയാണെങ്കിൽ അവിടെ ആ ഗ്രാമത്തിലോ അല്ലെങ്കിൽ ആ പ്രദേശത്തോ ഉള്ള ഒരാൾ എന്നെ കൊണ്ടുപോയി കാണിച്ചു, ഇതാണ് കാര്യം. പക്ഷേ അതിനെ ഒരു ഡിസ്കവറി ആയിട്ട് അവർ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നു. സോ നമുക്കെല്ലാവർക്കും ഇനി ആ ഡിസ്കവറി എന്ന വേർഡിന് പകരം സ്യൂഡോ ഡിസ്കവറി എന്ന വേർഡ് ഉപയോഗിച്ച് ആ ഐഡിയോളജിയെ തിരുത്താൻ നോക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഷഹനാസ് ഗൗരവമായി പറയുന്നത്, നമ്മളെല്ലാവരും യാത്രക്കിടയിൽ പറയുന്ന വാക്കുകളിൽ ഒന്നാണ് റിമോട്ട് ആൻഡ് ചീപ്പ് എന്ന് പറയുന്ന വാക്ക്. ഷഹനാസ് ഈ പുസ്തകത്തിൽ ഉയർത്തുന്ന ചോദ്യം റിമോട്ട് ടു ഹൂം, ആരിൽ നിന്ന് അകലെയാണ് എന്നുള്ളതാണ്. ചീപ്പർ ദാൻ വാട്ട്, വിദൂരമായ ഒറ്റപ്പെട്ട സ്ഥലം നമ്മൾ കണ്ടു എന്ന് പറയുമ്പോൾ ആർക്ക് വിദൂരമായ സ്ഥലം എന്നൊരു ചോദ്യം, ആരിൽ നിന്ന് ഒറ്റപ്പെട്ട സ്ഥലം എന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ എന്തിനേക്കാൾ വില കുറഞ്ഞത് എന്ന ചോദ്യം. വളരെ ചീപ്പായ യാത്രയാണ്, വളരെ ചീപ്പായ ഇടമാണ് എന്ന് പറയുമ്പോൾ അതൊന്ന് വിശദമായി സംസാരിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ. സോ അതും ഈ ഡിസ്കവറി എന്ന ഒരു വാക്കിൻ്റെ ഒരു ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് ഉള്ളതുപോലെ തന്നെ ചീപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഫസ്റ്റ് വേൾഡിൽ നിന്ന് വരുന്ന ഒരു യാത്രക്കാരന് കാലിക്കറ്റ് അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി ചീപ്പാണ് അല്ലേ. പക്ഷേ കാലിക്കറ്റിൽ നിന്നും ഫോർട്ട് കൊച്ചിയിൽ നിന്നും വരുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ എറണാകുളത്തു നിന്ന് വരുന്ന ആളിന് ഫോർട്ട് കൊച്ചി ചീപ്പല്ല, ഫോർട്ട് കൊച്ചി റിമോട്ട് അല്ല. സോ നമ്മളൊരു സ്ഥലം ചീപ്പാണ്, റിമോട്ടാണ്, അതുകൊണ്ട് ടൂറിസം വികസനത്തിന് വളരെ നല്ല കാര്യമാണ് എന്ന് പറയുമ്പോൾ again we are reinforcing a western point of view about a place. We are talking about this place as a place that exists for a western tourist, a western backpacker, a western luxury tourist to discover. So ഇങ്ങനെ ചെറിയ വാക്കുകൾ, ചീപ്പ് എന്ന വാക്ക് അല്ലെങ്കിൽ റിമോട്ട് എന്ന വാക്ക് ഗൈഡ് ബുക്കുകളിലൊക്കെ എപ്പോഴും കാണാം. ലോൺലി പ്ലാനറ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സ്ഥലം വളരെ ചീപ്പാണ്, ഈ സ്ഥലം റിമോട്ടാണ്, അങ്ങനെ എത്രയോ ചീപ്പ് റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങൾ ഒത്തിരി ടൂറിസ്റ്റുകൾ വന്ന് അടിഞ്ഞ് ആ പ്രദേശത്തിൻ്റെ ക്യാരക്ടർ തന്നെ മാറിയിട്ടുണ്ട്.
നമുക്കിപ്പം പല സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിലും ഇപ്പം കേരളത്തിലാണെങ്കിലും വിയറ്റ്നാമിലാണെങ്കിലും പോവുകയാണെങ്കിൽ പലയിടത്തും കാണാം ചില സ്ഥലങ്ങളിൽ ദേ ബിക്കം സെൻറ്റേഴ്സ് ഓഫ് backpacker tourism, and that place, the character of that place has completely changed. There's no more local culture there, right? So that's another, those are two words that we should problematize: cheap and remote. ഈ പുസ്തകത്തിൽ പിന്നീട് ഗൗരവമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പാസ്പോർട്ട് എന്ന് പറയുന്ന ഒന്നാണ്. പാസ്പോർട്ടിസം എന്ന് പറയുന്ന ഒന്നിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. പാസ്പോർട്ടിൻ്റെ കളർ അതിനെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അമേരിക്കയിലേക്ക് ജീവിതം പറിച്ചു മാറ്റപ്പെട്ടതിൻ്റെ തുടർച്ചയായി അവിടുത്തെ ഒന്നാം രാജ്യത്തിലെ പൗരയാകുന്നതിന് വേണ്ടി ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് വളരെ ഗൗരവമായി പറയുന്നുണ്ട്. അതിനകത്ത് ഷഹനാസ് പറയുന്ന വാക്ക് രാജാക്കന്മാർ കിരീടം പരിത്യജിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സന്യാസിമാരും വിശുദ്ധന്മാരുമൊക്കെ ലോകം പരിത്യജിക്കുന്നത് പോലെ ഞാൻ എൻ്റെ പാസ്പോർട്ട് പരിത്യജിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ ആ ടൈം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് പരിത്യജിച്ച് മറ്റൊന്ന് സ്വീകരിക്കുകയാണ്, ഒന്നാം ലോകരാജ്യത്തിൻ്റെ പാസ്പോർട്ട് സ്വീകരിക്കുകയാണ്. ഈ വൈകാരികമായ ഒരു അനുഭവമായിട്ടാണ് എനിക്കത് പലപ്പോഴും അത് വായിച്ചപ്പോൾ തോന്നിയത്. അപ്പോൾ ഈ വൈകാരികമായ അനുഭവം നിലനിൽക്കുമ്പോൾ തന്നെ ഒന്നാം ലോകരാജ്യത്തിൻ്റെ പാസ്പോർട്ട് കിട്ടിയതിലൂടെ നേടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഒരു സഞ്ചാരി എന്ന നിലയിൽ ഈ വൈകാരികമായ അനുഭവത്തെ ഒന്ന് പങ്കുവെക്കുന്നത് നന്നായിരിക്കും. So one of the words I talk about in this book is passportism, and ഒരു Serbian writer invent ചെയ്ത വേർഡാണ്. I'm not brave enough to pronounce his name, but he felt the need for a word that was different from racism to talk about the discrimination that people with weak passports face. അതായത് റേസിസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് പാസ്പോർട്ടിനെ ചുറ്റിയുള്ള വിവേചനത്തിന് വേണ്ടി ഒരു പ്രത്യേക ഒരു വേർഡ് വേണം, പാസ്പോർട്ടിസം. അപ്പോൾ അതാണ് പുള്ളി പ്രപ്പോസ് ചെയ്തത്. സോ ഇൻ മൈ ഓൺ ലൈഫ് പല രാജ്യത്തും പോകാൻ വിസ നോക്കി ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ എൻ്റെ അമേരിക്കൻ ഹസ്ബൻഡ് വളരെ എളുപ്പം വളരെ ലാഘവത്തോടെ പല രാജ്യങ്ങളിലും കടന്നു ചെല്ലുന്നു. ഞാനാണെങ്കിൽ മറ്റേ പ്രൂഫ് ഓഫ് ഇൻകം, ബർത്ത് സർട്ടിഫിക്കറ്റ്, മറ്റേ കാർഡ് മറിച്ച കാർഡ്, ഇങ്ങനെ ഡോക്യുമെൻറ്റേഷനൊക്കെ വെച്ച് വിസയ്ക്ക് ശ്രമിക്കുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ആന്തരം കണ്ട് അവസാനം മടുത്താണ് ഞാനൊരു അമേരിക്കൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തതും അത് കിട്ടിയതെന്ന് ഓഫ് കോഴ്സ് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, എന്നാലും അത് കിട്ടി. പക്ഷേ ആ ഒരു പാസ്പോർട്ട് മാറ്റുന്നതിലൂടെ എനിക്ക് മനസ്സിലാക്കിയത് ഈ പാസ്പോർട്ട് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ഒരു വളരെ ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. ഞാൻ പലപ്പോഴും വിചാരിച്ചിരുന്നത് പാസ്പോർട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ നാഷണൽ ലോയൽറ്റിയുടെ ഒരു ഡോക്യുമെൻ്റ് ആണെന്ന്. പക്ഷേ പാസ്പോർട്ട് ഇസ് ആക്ച്വലി ഒരു പീസ് ഓഫ് പേപ്പർ ദാറ്റ് ദ സ്റ്റേറ്റ് ഗിവ്സ് യു ഇൻ ഓർഡർ ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് കൺട്രോൾ ഓവർ യു. നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു രാജ്യം, അതിൻ്റെ ഗവൺമെൻറ് നമുക്ക് തരുന്ന പേപ്പറാണ് പാസ്പോർട്ട്. നമ്മൾ പലപ്പോഴും പാസ്പോർട്ട് ഒരു മെറ്റഫറായിട്ട് പറയുന്നത് പാസ്പോർട്ട് ടു ദ വേൾഡ്, അതായത് ലോകത്തിലേക്കുള്ളൊരു പാസ്പോർട്ട് ഒരു മൊബിലിറ്റിയുടെ മെറ്റഫറായിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലേ? പക്ഷേ ആക്ച്വലി പാസ്പോർട്ട് ഇസ് എ മെറ്റഫർ ഓഫ് കൺട്രോൾ. എങ്ങനെ ഒരാളെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ ഒരു സിറ്റിസൻ്റെ മൊബിലിറ്റിയെ ലിമിറ്റ് ചെയ്യാം എന്നതിൻ്റെ ഒരു മെറ്റഫറാണ് പാസ്പോർട്ട്. സോ ഇഫ് 19th century ഫോർ ഇൻസ്റ്റൻസ് ലോകത്തിൽ ആർക്കും അങ്ങനെ എല്ലാവർക്കും പാസ്പോർട്ടൊന്നുമില്ല. പലരും യാത്ര ചെയ്യുന്ന ആർക്കും അങ്ങനെ പാസ്പോർട്ട് വേണമെന്ന് വെച്ചല്ല യാത്ര ചെയ്യുന്നത്. പാസ്പോർട്ട് ഇല്ലാതെയാണ് ആൾക്കാർ കൂടുതലും യാത്ര ചെയ്യുന്നത്. 20th century ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ വന്ന് ആ സെക്യൂരിറ്റി കൺസേൺസ് ഒക്കെ ഉണ്ടായ സമയത്താണ് പാസ്പോർട്ട് വളരെ പ്രധാനമായത്. സോ ഇതൊക്കെ ഈ പാസ്പോർട്ടിൻ്റെ ഹിസ്റ്ററി പഠിച്ചു വന്നതോടെ ഐ ഫെൽറ്റ് ദറ്റ് ഗിവിംഗ് അപ്പ് എ പാസ്പോർട്ട് വാസ് ആക്ച്വലി ജസ്റ്റ് എ ട്രാൻസാക്ഷൻ, ഒരു പേപ്പർ വർക്ക് ട്രാൻസാക്ഷൻ. ആദ്യം എനിക്കുണ്ടായ ആ വിഷമം, ആദ്യം എനിക്കുണ്ടായ സങ്കടം, എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് ഞാൻ കൊടുത്തിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു രാജ്യത്തിൻ്റെ പാസ്പോർട്ടാണ് ഞാൻ എടുക്കുന്നത്, യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ പാസ്പോർട്ട് ഞാൻ സ്വന്തമാക്കുന്നത്. ആ ഒരു മിക്സഡ് ഫീലിങ്സ് ഒക്കെ പതുക്കെ അത് മാറി. കാരണം ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളോളമായി രാജാക്കന്മാരും ഗവൺമെൻറ്റ്സും അവരുടെ കീഴിലുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും അവരുടെ കീഴിലുള്ള ആൾക്കാരുടെ മൂവ്മെൻറ്റ്സിനെ ലിമിറ്റ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പീസ് ഓഫ് പേപ്പറാണ് പാസ്പോർട്ട് എന്ന് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ കൂടെ മനസ്സിലായി.
തുടർന്ന് ഷഹനാസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാം ലോകമഹായുദ്ധവും കുടിയേറ്റത്തിനും സഞ്ചാരത്തിനും വേണ്ടിയുള്ള യാത്രകളും കൂടി ചേർന്ന് പാസ്പോർട്ട് ഫ്രീ വേൾഡ് എന്ന് പറയുന്ന സ്വപ്നത്തെ മായ്ച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണത് ആ ഒരു ഹിസ്റ്ററി ഇവോൾവ് ചെയ്തു വന്നതെന്ന് എന്നുകൂടി ഒന്ന് പറയാം. സോ ഞാൻ പറഞ്ഞ പോലെ 19th സെഞ്ച്വറിയിൽ പല രാജ്യങ്ങളിലും ആക്ച്വലി ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലും റൈറ്റ് ടു ഫ്രീ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ഏത് രാജ്യത്തും നമുക്ക് പോയി താമസിക്കാം, അതിന് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. പാസ്പോർട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അങ്ങനെ ഒരു പേപ്പർ, അങ്ങനൊരു സങ്കല്പമേ ഇല്ല. കൂടുതലും ആ സമയത്ത് യാത്ര ചെയ്യുന്നത് ഡിപ്ലോമാറ്റ്സ്, അരിസ്റ്റോക്രാറ്റ്സ് അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും പാസ്പോർട്ട് ചോദിക്കുക എന്നത് ഒരു ഇൻസൾട്ട് പോലെയാണ്. എന്നെ കണ്ടാൽ അറിയില്ല എനിക്ക് എൻ്റെ പാസ്പോർട്ട് വേണ്ടല്ലോ, അതായിരുന്നു അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഒരു 20th സെഞ്ച്വറി ആയതോടെ കൊളോണിയലിസം ഒക്കെ ഒത്തിരി എൻട്രൻസ്ഡ് ആകുന്നു. അപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ കോമൺവെൽത്തിനകത്ത് ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാം പാസ്പോർട്ട് ഇല്ലാതെ. ഇപ്പം ഇന്ത്യക്കാർക്ക് വേണമെങ്കിൽ കാനഡയിൽ പോകാം. അപ്പം ബ്രിട്ടീഷ് കോമൺവെൽത്തിൻ്റെ ഭാഗമാണല്ലോ. ബ്രിട്ടീഷ് കോമൺവെൽത്തിൻ്റെ ഭാഗമായ ഏത് സ്ഥലത്തും ഇന്ത്യക്കാർക്ക് പോകാം. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ആ ഏർലി 20th സെഞ്ച്വറിയിൽ നിലനിന്നത്. that's not good for the British colonial rulers, right? So they want to travel freely throughout the world, but they don't want the colonized people to travel freely throughout the world. അങ്ങനെ ഒരു സമയം വന്നപ്പോഴാണ് പതുക്കെ സെക്യൂരിറ്റി എന്ന പേരിൽ, ഫസ്റ്റ് വേൾഡ് വാർ വന്നപ്പോൾ സെക്യൂരിറ്റി എന്ന പേരിൽ അവർ പാസ്പോർട്ട് കൂടുതൽ ഒരു നിയമമായി വരുന്നത്. എല്ലാവർക്കും പാസ്പോർട്ട്, യാത്ര ചെയ്യണമെങ്കിൽ പാസ്പോർട്ട് വേണം എന്നൊരു നിയമം വരുന്നത് ആ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്താണ്. ഇൻഫാക്റ്റ് അതിനെപ്പറ്റി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉള്ളത്, കോമഗാത്ത മാരു എന്നൊരു ഷിപ്പ് ഹോങ്കോങ്ങിൽ നിന്ന് കുറേ ഇന്ത്യൻസുമായി കാനഡയിലോട്ട് പോയി. ഒരു 1913 ഏകദേശം ഫസ്റ്റ് വേൾഡ് വാറിന് തൊട്ട് മുമ്പ്. അപ്പം ഈ കോമഗാത്ത മാരു കാനഡയിൽ എത്തിയപ്പോൾ കാനഡയിലെ കൊളോണിയൽ ഗവൺമെൻറ്, ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെൻറ്, അവർക്ക് ഈ കോമഗാത്ത മാരുവിലെ ഇന്ത്യൻസിനെ അകത്തോട്ട് കയറ്റാൻ വളരെ മടിയാണ്. ആൻഡ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവർക്കും ഭയങ്കര മടിയാണ്. ഇവിടുന്ന് വന്ന ഇന്ത്യൻസ് അവിടെ കോമഗാത്ത മാരുവിൽ കയറി കാനഡയിൽ ചെന്ന് അവിടെ കുടിയേറ്റക്കാരാവുന്നത് അവർക്കും ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം. അപ്പം കുറേ മാസങ്ങളോളം കോമഗാത്ത മാരു വാൻകൂവറിലെ ഹാർബറിൽ അവിടെ കിടന്നു. എന്നിട്ട് അവസാനം തിരിച്ചു വരികയാണ് ചെയ്തത്. തിരിച്ചു വന്നതോടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മനസ്സിലായി ഇനി ഇന്ത്യക്കാരെ അങ്ങനെ പാസ്പോർട്ട് ഇല്ലാതെ പുറത്തു വിടാൻ പറ്റില്ല എന്ന്. അങ്ങനെയാണ് അവരെ നിയമം കൊണ്ടുവന്നത്. സോ പാസ്പോർട്ട് എന്ന നിയമം കൊണ്ടുവന്നത് ആൾക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കാനല്ല, പകരം അവരുടെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. സോ ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് നിയമമാക്കിയതോടെ ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായപ്പോൾ മറ്റ് യൂറോപ്യൻ ഗവൺമെൻറ്റ്സും അതേ നിയമം പിന്നെയും കൊണ്ടുവന്നു. ഇതിനു മുമ്പ് പാസ്പോർട്ട് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റ്സ് ആയിരുന്നു. അതായത് നമ്മളുടെ ഒരു രാജ്യത്തിനകത്ത് യാത്ര ചെയ്യാൻ പലപ്പോഴും ഒരു പാസ്പോർട്ട് വേണം. ഫ്രാൻസിലും ബ്രിട്ടനിലുമൊക്കെ പാവപ്പെട്ട ആൾക്കാർ ഒരു പാരിഷിൽ നിന്ന് മറ്റൊരു പാരിഷിലേക്ക് മാറുമ്പോൾ ഒരു ഇൻറ്റേർണൽ ഡോക്യുമെൻ്റ് വേണം. ആ ഇൻറ്റേർണൽ ഡോക്യുമെൻ്റ് ബേസിസിലാണ് പിന്നെ നമ്മളുടെ ഈ എക്സ്റ്റേണൽ ഫോറിൻ ട്രാവലിന് പാസ്പോർട്ട് വേണ്ടി വന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് യാത്രയെക്കുറിച്ചുള്ള പുസ്തകമാണ്, യാത്രയുടെ ചരിത്രം പറയുന്ന പുസ്തകമാണ്, ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്റുകൾ ഉരുത്തിരിഞ്ഞു വന്നതിനെക്കുറിച്ചുള്ള പുസ്തകമാണ്. അപ്പോൾ തന്നെ നിരവധി ഓർമ്മകളുടെ പുസ്തകങ്ങൾ കൂടിയാണ്. ഷഹനാസിൻ്റെ ഈ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം തുടങ്ങുന്നത് മൈ ഫാദർ ഹേറ്റ്സ് ട്രാവൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. യാത്രയെ നിരസിക്കുന്ന, യാത്രയെ വെറുക്കുന്ന ഒരച്ഛനും എന്നാൽ തരം കിട്ടുമ്പോഴൊക്കെ ട്രെയിനിലേക്ക് ചാടിക്കയറി അടുത്തിരിക്കുന്നവരോടൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കുഞ്ഞു യാത്രകൾ ആസ്വദിക്കുന്ന ഒരു അമ്മയും ഈ പുസ്തകത്തിൽ വന്ന് നിറയുന്നുണ്ട്. പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ ഷഹനാസ് അവതരിപ്പിക്കേണ്ടിയിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ച 2-ാമത്തെ വാക്ക് അമ്മ ചോദിക്കുന്ന എങ്ങോട്ടാ എന്ന ചോദ്യമായിരുന്നു. പക്ഷെ അത് ഇംഗ്ലീഷിലായിപ്പോയി. അത് എങ്ങോട്ടാ വേണമെങ്കിൽ ആക്കാം, മലയാളം വാക്ക് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മ ആര് അടുത്തിരുന്നാലും അവരോട് ചോദിക്കും എങ്ങോട്ടാണെന്ന്. പിന്നെ അവരോട് സംസാരം തുടങ്ങി അവരുമായി കമ്പനി കൂടുന്നതിൻ്റെ വലിയ കഥകളൊക്കെ പറയുന്നുണ്ട്. അതേ സമയത്ത് വീട്ടിലിരുന്ന അച്ഛൻ എങ്ങനെയാണ് ലോകത്തിലേക്ക് യാത്ര ചെയ്തത് എന്ന മറ്റൊരു അനുഭവം കൂടി പറയുന്നുണ്ട്. ഇത് വളരെ അത്ഭുതമാണ്. അത് മലയാളിക്ക് മാത്രം സാധ്യമാവുന്നെന്ന് എനിക്ക് തോന്നി. ഒന്ന് പറയാം, അച്ഛനും അമ്മയും തമ്മിലുള്ള വ്യത്യാസവും അച്ഛൻ വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെയാണ് ലോകസഞ്ചാരം നടത്തിയത് എന്നും. ഓഡിയൻസിൽ അച്ഛനുണ്ട്. So my father, he's here in the audience. He hates to travel. അപ്പോൾ ആരെങ്കിലും യാത്ര ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ തന്നെ
മൈ ഫാദർ അവർക്ക് വേണ്ടി അവർക്ക് വിഷമം തോന്നും. അവർക്ക് വേറൊരു ജോലിയുമില്ല, യാത്ര ചെയ്തേ പറ്റുള്ളൂ, കഷ്ടം, അവർക്ക് ഇത്രയ്ക്കൊരു ജഡ്ജ്മെൻ്റ് ഇല്ലാത്തത് കഷ്ടമായി പോയി എന്നാണ് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, ഞങ്ങൾ വീട്ടിൽ എപ്പോഴും വിചാരിക്കും, ഇപ്പം തന്നെ ഇങ്ങോട്ട് കോഴിക്കോട് വന്നാൽ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്, വരാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു, വീട്ടിലിരിക്കാനായിരുന്നു ഇഷ്ടം. പിന്നെ ഞങ്ങളൊക്കെ നിർബന്ധിച്ചുകൊണ്ട് വന്നു. അതാണ് പുള്ളിയുടെ യാത്രയോടുള്ള സമീപനം. അപ്പം നമ്മളൊക്കെ വീട്ടിലെപ്പോഴും വിചാരിക്കും, അത്തായെ വിളിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അമ്മയാണ് യാത്രയുടെ ആൾ, അത്താക്ക് യാത്ര ഇഷ്ടമല്ല, ഒരു ഭയങ്കര യാത്രയ്ക്കോട് മടിയാണ് എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ വളർന്നത്. അപ്പം ഞാൻ ന്യൂയോർക്കിൽ എനിക്ക് മോളുണ്ടായപ്പോൾ അമ്മയും അത്തായും അവിടെ വന്നിരുന്നു കാണാൻ. അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അപ്പോഴാണ് ഞാൻ ഒരു UN ഒരു ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പം UN ആയതുകൊണ്ട് പല രാജ്യങ്ങളെക്കുറിച്ചുള്ള മീറ്റിങ്സ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പം എൻ്റെ ഫാദർ എൻ്റെ കൂടെ ഇരിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, ഈ വെസ്റ്റേൺ സഹാറയിലെ പ്രശ്നം അതെന്തായിരുന്നു, അല്ലെങ്കിൽ ജിബ്രാൾട്ടറിൽ എന്ത് പറ്റി എന്നൊക്കെ ഞാനിങ്ങനെ പഠിക്കാൻ നോക്കുമ്പം മൈ ഫാദർ വുഡ് ഹെൽപ്പ് മീ വിത്ത് ആൻസേഴ്സ്. ഹി വുഡ് സേ, വെസ്റ്റേൺ സഹാറയിലെ പ്രോബ്ലം ഇതാണ്, ഇവിടെ മൊറോക്കോ ഇങ്ങനെ ചെയ്തു, അപ്പോൾ അൾജീരിയ അങ്ങനെ ചെയ്തു, പിന്നെ പോളിസാരിയോ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ വന്നു, അത് വേറെ പ്രശ്നമാക്കി. ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യാത്ര ചെയ്യാൻ എവിടെയും പോകണ്ട, നമുക്ക് വായനയിൽ കൂടെ, പത്രം വായനയിൽ കൂടെ തന്നെ, ഇൻ്റർനാഷണൽ ന്യൂസിൽ കൂടെ തന്നെ, അത് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാമെന്ന്. അപ്പോൾ യാത്ര ചെയ്യാൻ പല മാർഗങ്ങളുമുണ്ട്. നമ്മൾ ഫിസിക്കലായിട്ട് യാത്ര ചെയ്യുന്നത്, പ്ലെയിനിൽ കയറി അല്ലെങ്കിൽ കപ്പലിൽ കയറി എവിടെയെങ്കിലും പോയി സ്ഥലം കാണുന്ന യാത്രയുണ്ട്. പക്ഷേ വീട്ടിലിരുന്ന് ചെയറിലിരുന്ന് പത്രം വായിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന യാത്രയുമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഫാദറിൻ്റെ യാത്രയോടുള്ള ഇഷ്ടക്കേടിൽ നിന്നും മനസ്സിലാക്കിയ ഒരു യാത്രാ സ്റ്റൈൽ. സംവിധായകൻ ബ്ലെസ്സി ഒരിക്കൽ എന്നോട് പറഞ്ഞത്, ഇപ്പം യാത്ര ചെയ്യുന്നതിൻ്റെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്നാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, പുതിയ മൊബൈലും സാങ്കേതിക സൗകര്യങ്ങളും സോഷ്യൽ മീഡിയയും വാട്സപ്പും ഒക്കെ വന്നതോടുകൂടി വീട്ടിൽ ചെന്ന് തിരിച്ചു ചെല്ലുമ്പോൾ പറയാൻ കഥകളൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഓരോ നിമിഷവും ഇവിടെ ഇപ്പം KLF-ന് നമ്മൾ വീട്ടിൽ നിന്ന് വന്നു, ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുത്തെ ഒരു ഫോട്ടോ അങ്ങോട്ട് അയച്ചു കഴിയും. അങ്ങനെ ഓരോ നിമിഷത്തെയും നമ്മൾ ഇത്തരം സോഷ്യൽ മീഡിയ സൗകര്യങ്ങളിലൂടെ നിരന്തരം കൈമാറിക്കൊണ്ടിരിക്കുകയും ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് പറയാൻ കഥകളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിലാണ് നിൽക്കുന്നത്. പഴയ കാലത്ത് അങ്ങനെയായിരുന്നല്ലോ. പുള്ളി പറഞ്ഞു, ഞാൻ സിനിമ അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ 1 മാസം 2 മാസം കഴിഞ്ഞാണ് വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ ഈ 2 മാസത്തെ കഥ പറയുന്നത്, അത് കേട്ടിരിക്കുന്നത് എന്ത് രസമുള്ള കാര്യമായിരുന്നു. ആ ഒരു ലോകം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന്. ഇപ്പോൾ മുസഫർ അഹമ്മദ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കര കൗതുകമായി തോന്നി. കാരണം നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നതോടുകൂടി യാത്രയ്ക്കുള്ള അനിശ്ചിതത്വം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അടുത്ത് നമ്മൾ ഒരു വലിയ ട്രാഫിക് ബ്ലോക്കിൽ പെടാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഇത്ര സമയത്തിനുള്ളിലേ നമ്മൾ അവിടെ എത്തിച്ചേരുകയുള്ളൂ, അവിടെ അല്ലെങ്കിൽ വഴിയിൽ ഒരു വലിയ അപകടം നടന്നിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് യാത്രയ്ക്കുണ്ടാവുന്ന കൗതുകങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു എന്ന ഒരു കാലം. അപ്പം ഈ പുതിയ സാങ്കേതിക വിദ്യകളുടെ ഈ ഒരു പുതിയ കാലത്ത് എത്തരം നഷ്ടങ്ങളാണ് യഥാർത്ഥത്തിൽ യാത്രയിൽ നിന്നുണ്ടാവുന്നത്? ഏതുതരം, ഷഹനാസ് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഈ യാത്രയുടെ എല്ലാത്തരം കൗതുകങ്ങളും അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു ആലോചന? അതെ, വളരെ ശരിയാണ്. നമ്മളൊരു 2010-ലാണ് ഈ ഇൻസ്റ്റഗ്രാം പോപ്പുലർ ആവുന്നത്. ഇൻസ്റ്റഗ്രാം എല്ലാവരും ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അതിനുശേഷം യാത്രയുടെ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാം ഈ സെൽഫി ചെയ്യാൻ പറ്റുന്ന ഐഫോൺ അത് വന്നതോടെ യാത്രയുടെ ആ ക്യാരക്ടർ ഒത്തിരി മാറി. കാരണം ആൾക്കാർ യാത്ര പോകുമ്പോൾ സെൽഫി എടുക്കുക, അതൊരു യാത്രാ ട്രഡീഷൻ, ഒരു റിച്വലായി മാറിയത് ആ സമയത്താണ്, 2010. സോ 2010 വെച്ച് നോക്കുമ്പം ആ സമയത്ത് അതിന് മുമ്പും പിമ്പുമുള്ള ടൂറിസം ഹിസ്റ്ററി, ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ, ഒരു 2010 ഒരു ഐക്കോണിക് ഹിസ്റ്റോറിക്കൽ ഡിവൈഡ് പോലെയാണ്. കാരണം ആ സെൽഫി എടുക്കാൻ പറ്റുക, ആ സെൽഫി എടുക്കുന്നത് ട്രാവലിലൊരു റിച്വൽ ആകുക, യാത്രയിലൊരു റിച്വൽ ആകുക, അത് ആ സമയത്താണ് തുടങ്ങുന്നത്. അതുപോലെ ഇപ്പോൾ ഗൂഗിൾ മാപ്സ്, ബെന്യാമിൻ പറഞ്ഞ പോലെ ഗൂഗിൾ മാപ്സ് ഉപയോഗിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ എല്ലാ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും നമ്മുടെ കൈത്തുമ്പിലുണ്ട്. അപ്പം ലെറ്റേഴ്സ്, പണ്ട് നമ്മൾ കത്തെഴുതുമായിരുന്നല്ലോ യാത്ര പോയാൽ, അങ്ങനെ കത്തെഴുതേണ്ട കാര്യമില്ല.
ഉടനെ തന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഉടനെ തന്നെ ഒരു ഫോട്ടോ എടുത്തത് അയക്കാം. സോ അങ്ങനെ ആ ടെക്നോളജിക്കൽ ഡിഫറൻസ് ഒത്തിരി ഉണ്ട് ടൂറിസത്തിൽ. പക്ഷേ ഓൾസോ ഐ ഹാവ് ടു സേ, ആസ് എ വുമൻ ട്രാവലിംഗ്, ടെക്നോളജി ഈസ് ഓൾസോ സംതിങ് ദറ്റ് മേക്സ് പീപ്പിൾ ലൈക്ക് മീ ഫീൽ മച്ച് സേഫർ വെൻ വി ട്രാവൽ, അല്ലേ? അപ്പോൾ ഗൂഗിൾ മാപ്സ് ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ഒരു രാത്രി 8 മണിക്കോ 9 മണിക്കോ പണ്ട് പോകാത്ത സ്ഥലങ്ങളിൽ പോകാനുള്ള ധൈര്യവും എനിക്കുണ്ട്. അപ്പം ഗൂഗിൾ മാപ്സ് അങ്ങനത്തെ ടെക്നോളജി കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ഡൈവേഴ്സിറ്റി അതും മാറിയിട്ടുണ്ട്. സോ ഒരു പോസിറ്റീവ് എഫക്റ്റ് ആയിട്ട് അതും എനിക്ക് പറയാനുണ്ട്. നമുക്കിനി ഏറെ സംസാരിക്കാനുണ്ട്. കാരണം ഞാൻ എഴുതിക്കൊണ്ടുവന്ന ചോദ്യങ്ങളിൽ 7-ാം പേജിലേ എത്തിയിട്ടുള്ളൂ. 13-ാം പേജ് വരെ പോകാനുള്ളതാണ്. പക്ഷേ അവിടെ ഒന്ന് അറിയിപ്പ് വന്നു, സമയം ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കേൾവിക്കാർക്ക് ചോദിക്കാനുള്ള ചില അവസരങ്ങൾ കൂടി ഒരുക്കണമെന്ന്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് പോയിട്ട് അവർക്ക് ചോദ്യങ്ങളില്ലെങ്കിൽ ഇതിലേക്ക് മടങ്ങി വരാമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പോകാമെന്ന് കരുതുന്നു. ഹലോ ഷഹനാസ്, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ ബുക്ക്. ഈ പുസ്തകത്തിനകത്ത് കേരളത്തെക്കുറിച്ച് പല പരാമർശങ്ങളുണ്ട്. നമ്മുടെ ഈ സംഭാഷണത്തിൽ അത് വന്നു കണ്ടില്ല. വയനാട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച്, വയനാട്ടിലെ ലാൻഡ് ഗ്രാബിങ്ങിനെ കുറിച്ച്, ടൂറിസം സെന്റേഴ്സ് എങ്ങനെയാണ് ലാൻഡ് ഗ്രാബേഴ്സിന്റെ ലോകം മുഴുവൻ, അത് നമ്മുടെ വയനാട്ടിൽ എങ്ങനെ അല്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെ നടന്നു, അതുപോലെ അയ്യപ്പണിക്കർ മാഷെ കുറിച്ചുള്ള പരാമർശം. ഇങ്ങനെ വാസ്തവത്തിൽ ഇത് ഇംഗ്ലീഷിൽ എഴുതിയ ഒരു മലയാളം പുസ്തകം കൂടിയാണ്. മലയാളത്തെക്കുറിച്ച് ഒരുപാട് ഇതുണ്ട്. അതൊരു ഭാഗം. മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ള, ഈ പുസ്തകം വന്ന സമയത്ത് ദ ഫസ്റ്റ് ബുക്ക്, ഷഹനാസിന്റെ ആദ്യ പുസ്തകം എന്ന്, അല്ലെങ്കിൽ ആദ്യ ഒറിജിനൽ പുസ്തകം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ലേറ്ററുടെ ഓതർഷിപ്പിൽ ഇതിനു മുമ്പ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകം നിങ്ങളുടെ പുസ്തകമല്ലേ? അല്ലല്ല, ഇതൊന്ന് കൂട്ടിച്ചേർക്കണം. കാരണം നമ്മൾ സംസാരത്തിൽ ഇനിയും വരേണ്ട, കാരണം ഇതിനകത്ത് ഏറ്റവും മനോഹരമായ ഭാഗം എന്ന് പറയുന്നത് ഷഹനാസിൻ്റെ ഫോർട്ട് കൊച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പറയുന്ന ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞതുപോലെ ആ ഫോർട്ട് കൊച്ചിയിലൂടെ ഇങ്ങനെ വായി നോക്കി നടന്നതിൻ്റെ ഓർമ്മകൾ ഓരോന്നും പങ്കുവെക്കുന്ന ഒരു ഭാഗം. സമയമുണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ ഒന്ന് വായിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അതിന് സമയമില്ല. പിന്നെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉരുളു പോലുള്ളൊരു സ്ഥലത്തെക്കുറിച്ച്, ഗ്രാൻഡ് കാനിയനെ കുറിച്ച്, മുത്തങ്ങയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ടൂറിസം എങ്ങനെയാണ് ആദിവാസികളെ അഭയാർത്ഥികളാക്കി മാറ്റുന്നത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സത്യത്തിൽ പറയേണ്ടതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സമയത്തിൻ്റെ ഒരു കുറവുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകാതിരുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ഒരു പോർഷൻ വേണമെങ്കിൽ, മറ്റു ചോദ്യങ്ങളില്ലെങ്കിൽ ഒന്ന് വായിക്കുകയും ചെയ്യാം. അതെ, സോ രണ്ടും എൻ്റെ ബുക്സ് തന്നെയാണ്. ട്രാൻസ്ലേഷനും മറ്റേ ക്രിയേറ്റീവ് നോൺ ഫിക്ഷനും എൻ്റെ ബുക്സായിട്ട് എൻ്റെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഐ തിങ്ക് പബ്ലിഷിംഗ് തിങ്സ് ഡിഫറെൻ്റ്ലി, അല്ലേ? I think publishing likes to have boxes, and translation is considered a specific kind of box. Creative non-fiction വേറൊരു ബോക്സ് ആണ്. സോ ഡെഫിനറ്റ്ലി എൻ്റെ ട്രാൻസ്ലേഷനും എൻ്റെ ഒറിജിനൽ ക്രിയേറ്റീവ് വർക്കും ഞാൻ വളരെ രണ്ടും ഒരുപോലെ സ്നേഹിക്കുന്നു, ഒരുപോലെ എൻ്റെ ബുക്സായിട്ടാണ് വിചാരിക്കുന്നത്. പക്ഷേ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഷെയർഡ് കൊലാബറേറ്റീവ് വർക്കും കൂടെയാണ്. അപ്പം അതിന് വേറൊരു ഛായയുണ്ട്. കാരണം നമ്മൾ സ്വന്തം ബുക്ക് എഴുതുമ്പം അതിൻ്റെ കുറ്റങ്ങളൊക്കെ നമ്മളുടേത് മാത്രമാണല്ലോ. ട്രാൻസ്ലേഷൻ ആകുമ്പോൾ നമുക്ക് ആ ഒരു ബാധ്യത, ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. സോ പക്ഷേ രണ്ടും ഒരുപോലെ സ്നേഹിക്കുന്നു. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാമില്ലെങ്കിൽ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൂന്നാം ലോക രാജ്യത്ത് നിന്ന് പോകുന്ന പലരോടും ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന് നാടെവിടെയാണ് എന്ന. ആ ചോദ്യത്തിൻ്റെ പിന്നിൽ വലിയ സാംസ്കാരികപരമായ കാര്യങ്ങളുണ്ട്, അല്ലാതെ വെറുതെ നിസ്സാരമായി ചോദിക്കുന്നതല്ല നാടെവിടെയാണ് എന്ന്. രണ്ടതിനകത്ത് പറയുന്നത്, ഈ ബ്ലാക്ക് കോഫി ഇൻ കോക്കനട്ട് ഷെൽ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ചിന്നതുര പറയുന്ന ഒരു കാര്യം എടുത്ത് പറഞ്ഞുകൊണ്ട്, ഐ നോ ഹൗ പീപ്പിൾ ലുക്ക്, ആളുകൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയാം എന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം ഈ മൂന്നാം ലോകത്ത് നിന്ന് പോകുന്നവൻ്റെ നിറവും രൂപവും വസ്ത്രവും ഒക്കെ നോക്കിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള വിവേചനങ്ങളാണ് പലതരത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്നത് എന്ന ഒരു കാര്യം കൂടി ഒന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. അതെ, ഇൻഫാക്ട് ഈ ബുക്കിൻ്റെ എന്താ പറയുക, ഒരു ഒറിജിൻ സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ, പണ്ട് ഞാൻ സ്കൂളിൽ ഇരിക്കുമ്പം, പണ്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പം ഒരാൾ എന്നോട് പറഞ്ഞതാണ്, പീപ്പിൾ ഫ്രം ദ തേർഡ് വേൾഡ് ഡോണ്ട് ട്രാവൽ, ദേ മൈഗ്രേറ്റ്. അതായത് നിങ്ങൾ മൂന്നാം ലോകത്തു നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ യാത്രക്കാരനല്ല, കുടിയേറ്റക്കാരനാണ് എന്ന്. സോ ആ ഒരു
സെൻറ്റൻസ് വർഷങ്ങളായിട്ട് എൻ്റെ തലയിൽ ഉണ്ടായിരുന്നു. ഞാനൊരു മൂന്നാം ലോകത്തു നിന്ന് വന്ന ഒരാൾ എന്ന നിലയിൽ ഒരു യാത്രക്കാരിയായിട്ട് എന്നെ ഇവർ ഒരു വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ നിന്ന് കാണാൻ പറ്റത്തില്ല എന്ന്. സോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ബെന്യാമിൻ പറഞ്ഞതുപോലെ ദ വേ വി അപ്പിയർ ടു അതർ പീപ്പിൾ, അത് നമ്മളുടെ സ്വന്തം സെൽഫ് പെർസെപ്ഷനുമായിട്ട് ഒരു മാച്ച് ഉണ്ടായിരിക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുന്നതായിരിക്കാം, പക്ഷേ for a white western point of view it might seem as if we are only migrating, അല്ലേ, or we are only ഇന്ത്യയിൽ നിന്ന് വരുന്ന യാത്രക്കാരെക്കുറിച്ചും അല്ലെങ്കിൽ മൂന്നാം ലോകത്തു നിന്ന് വരുന്ന യാത്രക്കാരെക്കുറിച്ചും വളരെയധികം സ്റ്റെരിയോടൈപ്സ്, വളരെയധികം മോശമായ സങ്കല്പങ്ങൾ പല രാജ്യങ്ങളിലും, പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഉണ്ട്. So it's definitely something that has been part of this book, has been like part of the origin story of this book, that I'm a third world traveler and I'm very proud of being a third world traveler. Even though I am a first world traveler with a first world passport, I still consider myself a third world traveler. ഒരു ചെറിയ പോർഷൻ വായിക്കുന്നു. തീർച്ചയായിട്ടും ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് ബാക്കിയുണ്ട്. പെട്ടെന്ന് ഒന്ന് വായിക്കാം. ഇത് തേർഡ് വേൾഡ് എന്ന വാക്ക് എന്തുകൊണ്ട് ഞാൻ ഈ ബുക്കിൽ ഉപയോഗിച്ചു എന്നതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ആണ്. I call it the third world because none of its other names do justice to it. Third world, like the third eye, is another kind of knowing. Sure, we can call it developing countries, we can call it emerging economies, we can call it the post-colonial world, we can call it the global south. If we were being absolutely honest, wouldn't we just call it the exploited world? Still, the irresistible knowingness of third world, how extra it is, how it propels you beyond primaries and binaries, the audacity of its unwieldy internal rhyme, its elasticity that has made space for so many meanings, from varying degrees of non-alignment to varying shades of melanin. The way these meanings are piled on top of each other, like its buildings, the internet cafe on top of the hardware shop on top of the supermarket, the uberness of its cities, the way they sprawl from year to year, their centers constantly shifting, changing downtowns as if they were shoes. അവിടെ നിർത്താം അല്ലേ? ചോദ്യങ്ങൾ ഒന്നുമില്ല എന്ന് കരുതുകയാണ്. പക്ഷേ എൻ്റെ ചോദ്യങ്ങൾ പകുതി പോലും ആയിട്ടില്ല എന്നുള്ളതാണ്. അത്രമേൽ കൗതുകമുള്ള ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് ഇനിയും ഷഹനാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ ലോൺലി പ്ലാനറ്റ് പോലെയുള്ള സഞ്ചാര സഹായ പുസ്തകങ്ങൾ റിവിഷനല്ല, റീവിഷനാണ് ഉണ്ടാവേണ്ടത്, എന്നാൽ പുതുക്കമല്ല. അവയെ സംബന്ധിച്ച് പുതിയ നോട്ടങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്ന് ഷഹനാസ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കുരിശുയുദ്ധത്തിന് പോയ പടയാളികൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയ കളിയെക്കുറിച്ച് പറയുന്നുണ്ട്. 1857 ശിപായി ലഹളയും യാത്രയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പാക്കേജ് ടൂറിസം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ തുടങ്ങിയത് ഒരു ഇവാഞ്ചലിസ്റ്റാണ് എന്ന കൗതുകപൂർവമായ കാര്യം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. ബീച്ചുകളും പർവ്വതങ്ങളും സഞ്ചാരത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറിയത് ഒരു 2 നൂറ്റാണ്ട് 1.5 നൂറ്റാണ്ടിന് മുമ്പ് മാത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനേകം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മൂന്നാം ലോക രാജ്യത്തെ കുറിച്ച് അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൻ്റെ മുകളിൽ ഹാർഡ്വെയർ ഷോപ്പും ഹാർഡ്വെയർ ഷോപ്പിൻ്റെ മുകളിൽ കമ്പ്യൂട്ടർ കടകളുമുള്ള ഒരു ലോകമാണ് മൂന്നാം ലോകമെന്നും, വഴിയരികിൽ വില കുറഞ്ഞ പാവകളും പൈറേറ്റഡ് ബുക്കുകളും ഫോൺ ചാർജറുകളും കിട്ടുന്ന സ്ഥലമാണ് ഞങ്ങളുടെ മൂന്നാം വേൾഡെന്നും, സൈക്കിൾ റിക്ഷയിലും ഓട്ടോയിലും സ്കൂട്ടർ ടാക്സിയും ഒക്കെ സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന ഇടമാണ് ഞങ്ങളുടെ മൂന്നാം ലോകമെന്നും, പെട്രോൾ പമ്പിൽ മുറി ഇംഗ്ലീഷ് പറയുന്നവരാണ് ഞങ്ങളെന്നും, അങ്ങനെ വൈവിധ്യങ്ങളുടെ ഒരു വലിയ ലോകമാണ് മൂന്നാം ലോകമെന്നും, വെള്ളക്കാരൻ ഹോട്ടൽ ബാൽക്കണിയിൽ ഇരുന്ന് കാണുന്ന കാഴ്ചയല്ല ഞങ്ങളുടെ ലോകമെന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ മൂന്നാം ലോകത്തിൻ്റെ കണ്ണിലൂടെ ലോകത്തെ കാണാനും സഞ്ചാരത്തെ കാണാനും സഞ്ചാര സാഹിത്യ കാണാനും സഞ്ചാര ചരിത്രത്തെ കാണാനും ശ്രമിച്ചിട്ടുള്ള ഒന്നാം ലോകക്കാരോട് ഇതാണ് ഞങ്ങളുടെ ലോകമെന്ന് പറയുന്ന മനോഹരമായ പുസ്തകമാണ് എയർപ്ലെയിൻ മോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ഞങ്ങൾക്ക് സമ്മാനിച്ച ഷഹനാസ് ഹബീബിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.